ഹലോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ തവണയായിരിക്കുള്ളൂ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക. കാരണം എത്ര വോയിസ് ഓവർ കൊടുത്തിട്ടും എന്തോ പോലെ വോയിസ് ക്ലിയർ ആവാത്ത പോലെ തന്നെ തോന്നിക്കൊണ്ടിരിക്കുന്നു. ഫോണിൻ്റെ മൈക്ക് അടിച്ചു പോയോ എന്തോ. ഒരു ദിവസം രാവിലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എഴുന്നേറ്റ് ഇന്നാവാ നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് പോകുന്നൊരു ട്രിപ്പാണിത്. പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങോ എവിടേക്ക് പോകുന്നോ അങ്ങനെ ഒന്നും മൈൻഡിലില്ല. നമുക്ക് 2 ഡെസ്റ്റിനേഷൻ ഉണ്ട്, പക്ഷെ മൂന്നാർക്കാണ് ബോർഡ് മൊത്തം കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മൂന്നാർക്ക് പോകാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇടുക്കി രാമക്കൽമേട് അല്ലെങ്കിൽ മൂന്നാർ പോകാമെന്നാണ്. പോകുന്ന വഴിയിൽ വെച്ച് തീരുമാനിക്കാം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. നമ്മളൊരു 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു ദിവസം ട്രിപ്പ് പോകണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ ഇന്നാണ് അത് നടന്നത്. അങ്ങനെ വിശന്ന് കഴിഞ്ഞപ്പോൾ മസാല ദോശ കഴിക്കാൻ കയറി. ഈ വട നമ്മൾ പറഞ്ഞതുമല്ല, പക്ഷെ അവർ എക്സ്ട്രാ വെച്ചതാണ്. അതിന് എക്സ്ട്രാ പേയ്മെന്റ് അവർ വാങ്ങിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു മൂഡ് ഓഫ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ കഴിക്കില്ല. അപ്പം അവിടെ എക്സ്ട്രാ വെച്ച് പൈസയും കൊടുത്ത് ബില്ല് നേരത്തെ പൈസയും കൊടുത്തു. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ആദ്യമായിട്ടായിരിക്കുള്ളൂ ഇങ്ങനെ ഒരു ട്രിപ്പ് പോണത്. നമ്മളെ ആദ്യമായിട്ടായിരിക്കുള്ളൂ അല്ലേ ട്രിപ്പ് പോണത്. ചെറിയ ട്രിപ്പ് പോയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് 20 കിലോമീറ്റർ റേഡിയസിലും മാത്രം. അപ്പൊ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് എവിടെ പോകണമെന്നുള്ളത്. അതില് ഇപ്പൊ നിക്കണത് രാമക്കൽമേട് അല്ലെങ്കിൽ മൂന്നാർ എന്നുള്ളൊരു മൈൻഡിലാണ് പോണത്. ഇപ്പൊ വണ്ടി ഓടിച്ച് സ്റ്റേ ഒന്നും വേണ്ട, തിരിച്ചു വരാന്നുണ്ടെങ്കിൽ രാമക്കൽമേട്. ഇവൻ പറഞ്ഞത് വെച്ച് ഒരു വഴി ആ വഴിയുടെ അവിടെ നിന്ന് ഇടുക്കിയിലേക്ക് ഒരു വഴി, മൂന്നാർക്ക് ഒരു വഴി തിരിയുമെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണുണ്ടോ എന്ന് കൂടെ എനിക്കറിയില്ല, കാറ്റ് കാരണം കൊണ്ട്. ഇതാണ് സംഭവം. കേൾക്കണില്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. അങ്ങനെ ഞങ്ങളിപ്പോ കോതമംഗലത്തിലെത്തിയിട്ട് അല്ലേ, കോതമംഗലത്തെത്തിയിട്ട് അവിടുത്തെ ഒരു കടയിൽ മസാല ദോശ തിന്നു. ഞങ്ങളുടെ ആദ്യത്തെ പ്ലാനിങ് ട്രിപ്പാണ്. അതായത് ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് ആദ്യമായിട്ട് പോണ ട്രിപ്പാണ്. ഞങ്ങള് ഡെസ്റ്റിനേഷൻ ഇപ്പൊ തീരുമാനിച്ചത് വെച്ച് ChatGPT കൊടുത്ത് ChatGPT പ്ലാൻ ചെയ്യുന്ന പോലെ പോകാൻ പോണ ട്രിപ്പാണിത്. ഒരു പ്ലാനിങ് ഇല്ലാത്ത ട്രിപ്പ്, ഒറ്റ മൈൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. എവിടെയെങ്കിലും ഒക്കെ എത്തുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് നടുവേനെടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകും. ഇതാണ് തൽക്കാലത്തേക്ക് ഞങ്ങളുടെ തീരുമാനം. ഇതിപ്പോ എന്റെ മുഖവും കാണൂല, ഒന്നും കാണൂല. മിക്കവാറും ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് ഏരിയ എത്തി. ഇവിടെ റോഡ് പണി നടക്കണോണ്ട് നല്ല പൊടിയും പിന്നെ അത്യാവശ്യം പണിക്കാരും ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് ആനയുണ്ടോ എന്നുള്ള പേടി ഉണ്ടായില്ല. നമ്മൾ ആനയെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചിട്ടാണ് ഒരാൾ കൊണ്ടുപോയത്. പക്ഷെ വഴിയിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ പാലം വെറൈറ്റി പാലമാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ്. പക്ഷെ ഇതുപോലത്തെ തന്നെ പാലം നമ്മുടെ അവിടെ എവിടെയോ കണ്ട ഓർമ്മ എനിക്കുണ്ട്. എവിടെയാണെന്ന് ഇപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ഓൺ ദ വേ ആണ്. പോകുന്ന വഴിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, പിന്നെ മഴ പെയ്തതിൻ്റെ റോഡൊക്കെ കുറച്ച് നനഞ്ഞൊക്കെ കിടപ്പുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പൊടി കുറവുണ്ടായിരുന്നു, വളരെ കുറച്ച്. പോകുന്ന വഴി ആൾക്കാരൊക്കെ കുറേ നിൽക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം സ്പോട്ട് ചെയ്തത്. നമ്മൾ ChatGPT ഇട്ടാണ് ഐറ്റർ പ്ലാൻ ചെയ്തത്. അതിനകത്ത് ഈ സ്ഥലമില്ല. എന്നാലും ഇത് ഒരു വാട്ടർഫോൾസ് ആണ്. എന്തൊരു പേര്, ചീയപ്പാറ വാട്ടർഫോൾസ് ആണിത്. അത്യാവശ്യം നമ്മളവിടെ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പോകുന്ന വഴി അടുത്തൊരു വാട്ടർഫോൾസ് കണ്ടു. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായി, പക്ഷെ വീഡിയോ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി അപ്പുറ സൈഡ് പോയിട്ട് വീഡിയോ എടുത്തു. ഇത് വളരെ വാട്ടർഫോൾസ് ആണ്. അങ്ങനെ കുറച്ച് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് തന്നെ. പക്ഷെ ഇതൊന്നും നമ്മുടെ ഐറ്റിനറിയിൽ ഉണ്ടായില്ല. നമ്മുടെ ഐറ്റിനറിയിൽ 4 ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അതും അതിന് ഓരോന്നിനും ഇന്ന ടൈമിങ്ങിൽ കവർ ചെയ്യാനും അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ബ്രേക്ക്, വാഷ്റൂം യൂസ് ചെയ്യാനുള്ള ബ്രേക്ക്, എവിടെ നിന്നും ഫുഡ് കഴിക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ, ഇതൊക്കെ ChatGPT വന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞ ഒരു ChatGPT പ്ലാൻഡ് ട്രിപ്പായിരുന്നു. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഈ സ്ഥലം പ്ലാൻ ചെയ്യാത്തതുകൊണ്ടും നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മൾ സക്സസ്ഫുൾ ആക്കി. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ ഹോട്ട് എയർ ബലൂൺസൊക്കെ കണ്ടു. ഇത് നമ്മൾ മറ്റേ പൈസ കൊടുക്കുക, അതിൽ കയറിയിരിക്കുക, അവർ കുറച്ച് ദൂരം പൊന്തിക്കും, കയറ് കെട്ടി എന്നിട്ട് തിരിച്ചു വലിച്ചെടുക്കും. അതായിരുന്നു സംഭവം. 3-4 ഉണ്ടായിരുന്നു പോണ വഴി.
അങ്ങനെ ഫൈനലി നമ്മൾ മൂന്നാറെത്തി. കോടയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ചെറുതായിട്ടൊരു 10:30 ആയപ്പോൾ മൂന്നാറെത്തിയിട്ടുണ്ടാവും. മൂന്നാറെത്തിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. മൂന്നാറെത്തി എന്നാണ് ഞാൻ ഈ വോയിസിൽ പറയുന്നത്. പിന്നെ കാറ്റ് കാരണം കൊണ്ടൊന്നും ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതൊന്നുമല്ല. ഇരവികുളം നാഷണൽ പാർക്കാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന വഴിയുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു. കോടയും ഇതൊക്കെ ആയിട്ട്. തണുപ്പെന്ന് പറയാനായിട്ട് വലിയ തണുപ്പായിട്ടൊന്നും ഉണ്ടായില്ല. ചെറിയൊരു തണുപ്പ്, എന്നാലും നമുക്ക് അങ്ങനെ തണുപ്പ് വലിയ ഫീൽ ചെയ്തിട്ടില്ല നമ്മൾ പോകുന്ന ടൈമിൽ. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ റേഞ്ച് പോകുന്ന വഴി റേഞ്ച് തീരെ ഉണ്ടായില്ല. ബട്ട് ഞാൻ എല്ലാ മാപ്പും ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് മാപ്പിലൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്ക് എത്തി. 200 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. 400 രൂപയ്ക്ക് നമ്മൾ 2 ടിക്കറ്റ് എടുത്തു. നമുക്കവിടെ ഓൺലൈനായിട്ട് എടുക്കാം. അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ നമുക്ക് വൈഫൈ കണക്ട് ചെയ്ത് തരും. നമുക്ക് ആ വൈഫൈ വെച്ച് തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആ വൈഫൈ വെച്ച് അവിടെ നിന്ന് എന്തെങ്കിലും കാണണമെങ്കിൽ കാണുകയും ചെയ്യാം. അത്യാവശ്യം നെറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ 11 o'clock ആയിരുന്നു നമ്മുടെ റീച്ചിങ് ടൈം, അല്ലെങ്കിൽ അറൈവൽ ടൈം. ബട്ട് നമ്മൾ 11:11 എത്തിയത്. ഒരു 11 മിനിറ്റ് വ്യത്യാസം. അതിൻ്റെ ഒരു 11 മിനിറ്റ് വ്യത്യാസത്തിൻ്റെ തിരക്ക് നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. 11 എത്തിയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. നോക്കട്ടെ, ചായ. നമ്മുടെ മുന്നിൽ ഈ കാണുന്ന തിരക്കേ ഉണ്ടായുള്ളൂ. അതാണ് നമ്മുടെ ബസ്. ഒരു ബസ്സിൽ 30 പേര് വെച്ച് കയറും. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കാണുന്ന 3ാമത്തെ ബസ്സിൽ കയറി. നമ്മളന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും ബാക്കിൽ നല്ല തിരക്കായി. കറക്റ്റ് ടൈമായിരുന്നു നമ്മൾ വന്നത്. അങ്ങനെ ഫോറസ്റ്റ് ബസ്സിൽ കയറി നമ്മൾ ടോപ്പിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴി കുറേ തീരത്തൊഴിലാളികളെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ടോപ്പിലെത്തി. നമ്മളിവിടെ വാഷ്റൂമിൽ പോയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. വാഷ്റൂമൊക്കെ നല്ല വൃത്തിയുണ്ടായിരുന്നു. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. നമുക്ക് അധികം ടൈം വാഷ്റൂമിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ നോക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അതുകൊണ്ട് ക്യൂ നിൽക്കേണ്ടി വന്നിട്ട് കുറച്ച് ടൈം ലേറ്റായി. നമുക്ക് ഇവിടെ 11 മിനിറ്റ് 1 മണിയൊക്കെയാണെന്ന് തോന്നുന്നു. 1 മണി 1:30 വരെയാണ് നമുക്ക് ഇവിടെ തന്നേക്കുന്ന ടൈം. ആ ടൈം പക്കയായിരുന്നു എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട്. ആ ടൈം വേണം നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. ആ ടൈമിന് കാണാവുന്നതേ ഉള്ളൂ ഈ സ്ഥലങ്ങൾ. പക്ഷെ വ്യൂ കൊള്ളായിരുന്നു. കുറേ നമ്മൾ ആറ്റിറ്റ്യൂഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല, എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ എവിടെത്തി എന്ന് പറയാം. എവിടെത്തി നമ്മൾ ഏതായിരുന്നപ്പോ കാണാൻ പോണേ? അതെ ഇപ്പൊ കിട്ടും ആടിന്. എന്നിട്ട് ഇവിടെ വന്നതിനെ കുറിച്ച് പറ. 2 വാക്ക്. നല്ല മലകളാണ്. പിന്നെ കുഴി കാണാൻ വേണ്ടിട്ട് മൂന്നാർക്കും. യാത്രയെ കുറിച്ച് പറയാൻ, യാത്രയെ കുറിച്ച് പറയണെങ്കിൽ യാത്രയെക്കുറിച്ച് നല്ല കഥ പറഞ്ഞു. വണ്ടിക്ക് ഞാനിതിന് 100 പ്രാവശ്യം കൂട്ടുകാരന്മാരെ പോയിട്ടുണ്ട്. അതിരപ്പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. അതെ, 3 കിലോമീറ്റർ കൊണ്ട് ആദ്യമായിട്ടല്ലേ? പിന്നെ കല്യാണം കഴിഞ്ഞിട്ടേ ഇത് ആദ്യമായിട്ട് ഏറ്റവും അണച്ചു ചേരിക്കുന്നു. ഈ സൂം ചെയ്യുമ്പോൾ അങ്ങ് ദൂരെ ഒരു പൊടി പോലെ കാണുന്ന ആടിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് വന്നത്. പക്ഷെ വ്യൂ അടിപൊളിയായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അത്യാവശ്യത്തിന് ഒരു അത്യാവശ്യം നമുക്ക് നോർമൽ ഡ്രസ്സിൽ ഒരു AC ഫീൽ അങ്ങനത്തെ തണുപ്പായിരുന്നു. പക്ഷെ വ്യൂ അടിപൊളിയായിരുന്നു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഒരാടേ ഉള്ളൂ എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങൾ. കണ്ടു ഇവിടെ കുറെ ആടുണ്ട് ഗൈസ്. ആടിനെ കണ്ടു കഴിയുമ്പോൾ എന്തൊരു ഭംഗിയത് കാണാൻ അല്ലേ? കോട, എന്തൊരു സാധനം. സമ്മറിൽ ഇങ്ങനെ, അപ്പൊ വിന്ററിൽ എങ്ങനെ ഇരിക്കും? നമ്മളിപ്പോ ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഏകദേശം മുകളിലെത്തി ഞങ്ങൾ വിചാരിച്ചു പകുതി എത്തിയപ്പോ.
പക്ഷെ ഇനി നടക്കാറുണ്ട്. ഇത് ഏകദേശം മലമുകളിലായല്ലേ, ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത തണുപ്പ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് തണുപ്പായിട്ട് തോന്നുന്നില്ലെങ്കിലും ചെറിയൊരു AC ഇടുമ്പോ കിട്ടുന്ന ഒരു ചെറിയ തണുപ്പില്ലേ, ആ തണുപ്പാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ സെറ്റ് ഇട്ടേക്കുന്നോണ്ട് ഞാൻ ഇറക്കണം. പക്ഷെ ഇവിടേക്ക് തള്ളു 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 മുഴുത്ത തള്ളു. ഞാൻ ഇറക്കണം ഗൈസ്, സത്യമായിട്ട്. നിന്റെ ഗൈസ് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുണ്ട്. അത് കത്ത് ഇതാണ് നമ്മുടെ വന്നതിൻ്റെ ഏറ്റവും ടോപ്പ്. നമുക്കിനി അവിടേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, പ്രവേശനം ഇതുവരെ, ഇതാണ് നമ്മുടെ ലിമിറ്റ്. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നതാണ് ഒഫീഷ്യൽസിൻ്റെ വണ്ടി, അല്ലെങ്കിൽ മറ്റേ ജീപ്പ് പോലത്തെ ലോക്കൽസ്, അതായത് ഇവിടെയുള്ള ആൾക്കാരുടെ ട്രക്ക് പോലത്തെ എന്തോ വണ്ടികൾ പോകുന്നുണ്ടാകും. നമുക്ക് എന്തായാലും ഇതുവരെ വിസിറ്റിംഗ് ഉള്ളൂ. നമുക്കപ്പോൾ ടോപ്പ് എത്തി, നമ്മൾ അവിടെയൊക്കെ കണ്ടു. അങ്ങനെ ഇവിടെ വരെ വന്നു. ഇവിടെ വന്നത് വ്യൂ അടിപൊളി, നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. എന്നിട്ട് ഇവിടുത്തെ ആ വ്യൂ കാണിച്ചിട്ട് ആ വ്യൂ കുനിക്ക് 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 ആ പാറയുടെ പോലെ അവിടെ ഇവിടെ സീൻ. ഒരു ഫോട്ടോ വ്യൂ അടിപൊളി, സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 200 രൂപയ്ക്ക് 200 രൂപയ്ക്ക് ഉണ്ടല്ലേ, ഭയങ്കര ഓർമ്മയായിട്ട് കൊണ്ടെടുക്കാൻ ഇല്ല എന്നായിരുന്നു. പിന്നെ ആ ബസ്സിരുന്ന് പറഞ്ഞാൽ ഡീസലേഷൻ കിട്ടാം 200. 90 രൂപയെന്നോ താഴെ ടിക്കറ്റ് മാത്രം നോക്കണം, എനിക്കറിയില്ല കേട്ടോ. ബസ്സും കൂടെ കൂട്ടാൻ 200 അറിയില്ല. ഈ വണ്ടി പോകാൻ 750, നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് നടന്ന് പോരാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത്. ആ വണ്ടിയുടെ നേരെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തത് കൊണ്ട് നമ്മളൊരു പതുക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ അത് ക്ലിയർ ആവുന്നില്ല. ഇവിടെ ഒട്ടും ലൈറ്റില്ല. ഞങ്ങളൊരു മരത്തിൻ്റെ ഇടയിൽ വന്നിരുന്നു, നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ, ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിയാലോ. വണ്ടിക്ക് വന്നിട്ട് പൊടി, ഒരു ടവല് ഫുള്ള് മുഖത്തുനിന്ന് കറുത്ത പൊടി. തിരിച്ചു ടവല് മുഖത്തോട്ട് പോകണം. അടുത്ത ഡെസ്റ്റിനേഷൻ പോകണ്ടേ നമുക്ക്? അടുത്തത് ഏതോ ഒരു ഡാമായിരുന്നു. ഞങ്ങൾ ChatGPT പെട്ടെന്നുള്ള അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാനായിട്ടും ഞങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയാത്തതുകൊണ്ട്. നീ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്? ഞാൻ 2 പ്രാവശ്യം. 2 പ്രാവശ്യം വന്ന് ഈ കഴുതക്കൊന്നും അറിയാത്തോണ്ട് എന്തേ അറിയില്ലേ? അറിയോ? പിന്നെ അറിയില്ലേ? അറിയോന്ന് വെച്ചാൽ അന്ന് നമ്മ കോളേജിൽ നിന്നാണല്ലോ. കോളേജിൽ നിന്ന് വരുമ്പോ എന്താണ് അവര് ഓരോ സ്ഥലത്തോടെ നിർത്തും, അവിടെ കാണും. എക്കോ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തും. അതുകൊണ്ട് ഞാൻ ChatGPT പ്ലാൻ ചെയ്തു. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ മൂന്നാർ വന്നത്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ വന്നത്. ഫസ്റ്റ് ടൈമാണ് 100 കിലോമീറ്റർ മുകളിൽ ബൈക്കിന് പോകുന്നത്. കല്യാണം കണ്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ട്രിപ്പ് വരണത്. അതുകൊണ്ട് എനിക്കിതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് റിസ്ക് എടുക്കാനില്ല. ChatGPT വെച്ച് നമ്മൾ ഐറ്റ്നറി പ്ലാൻ ചെയ്തു. സോ വി ആർ മൂവിങ് ഓൺ വിത്ത് ദാറ്റ് ഐറ്റ്നറി. അത് പ്രകാരം 11 മണി മുതൽ 1 മണി വരെയാണ് ഇവിടെ. 1 മണിയൊക്കെ കഴിഞ്ഞ 1 മണി ആയി. ഇപ്പോൾ സാരല്ല, ഇനി 2:30 ആകുമ്പോഴേക്കും നമ്മൾ ഡാമിൻ്റെ അവിടേക്ക് ഫുഡ് ലഞ്ച് കഴിച്ചിട്ട് എത്തണം എന്നാണ്. എത്തിയാൽ കാണാം. പിന്നെ നമുക്ക് ഈ വീഡിയോ തന്നെ അടിപൊളിയാണ്, ചെറിയൊരു കാറ്റും അടിപൊളിയാണ്. പക്ഷെ എന്നാലും നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണണ്ടേ. ഇനിയിപ്പോൾ എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ഉണ്ടാവാന്ന് ആർക്കറിയാം. അടുത്ത പ്രാവശ്യം ഫ്രാൻസിൽ പോയി വരുമ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോവാം.
ഇറങ്ങിയ സമയത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടായി. എൻ്റെ അമ്മ കുറച്ച് സീൻ ഉണ്ടായി, കാരണം പറയാണ്ടാ വന്നത്. കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ഞങ്ങൾ കുറേ പ്ലാനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കന്യാകുമാരി, തിരുവനന്തപുരത്ത് കന്യാകുമാരി, വയനാട് ഉണ്ടായില്ല, ഇടുക്കി, രാമക്കൽമേട്, മൂന്നാറ്, പിന്നെ അങ്ങോട്ട് വട്ടവട, പിന്നെന്തായിരുന്നടാ മലക്കപ്പാറ, അങ്ങനെ കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞ് പെട്രോൾ ഒരു 110 രൂപക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പറൂര് വഴി കയറി ആലുവ എത്തി കഴിഞ്ഞപ്പോൾ ആലുവ അങ്കമാലി ആലുവ പക്ഷെ ആലുവ മൂന്നാർ റോഡ് നിന്നായിരുന്നല്ലോ നമ്മൾ വന്നത്. എന്താണെങ്കിലും എന്നാൽ അങ്കമാലി കയറിയപ്പോൾ നമ്മൾ വിചാരിച്ചു മൂന്നാറിനെ പോവാന്ന്. ഇപ്പം പറഞ്ഞു ഒരു വഴിയുണ്ട്, ആ വഴിയുടെ ഇപ്പുറത്തേക്ക് പോയ ഇടുക്കി, ഇപ്പുറത്തേക്ക് പോയ മൂന്നാറിന്. വഴി ഞാൻ കണ്ടില്ല, ബോർഡ് മൊത്തം മൂന്നാറായതുകൊണ്ട് അതെനിക്കറിയില്ല. പിന്നെ ബോർഡ് മൊത്തം മൂന്നാറായതുകൊണ്ട് ഞങ്ങൾ മൂന്നാർ ഫിക്സ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കണുണ്ടോന്ന് അറിയില്ല, കേൾക്കണമെങ്കിൽ വോയിസ് ഓവർ എടുക്കും. അങ്ങനെ ആട് ഒരെണ്ണം താഴെ വന്നു. ഈ വെള്ള ഷർട്ടിന്റെ ചെക്കൻ ഞങ്ങൾ എപ്പോഴും വീഡിയോ എടുക്കാൻ വന്നാലും എൻ്റെ ഫ്രണ്ട് വന്ന് നിൽക്കും. ഈ ആടിനെ കാണാനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ജനക്കൂട്ടം. ആ ആടാണെങ്കിൽ പേടിച്ച് ദൈവമേ എവിടേക്ക് ഇങ്ങനെ പോയാൽ മതിയായിരുന്നു പറഞ്ഞുകൊണ്ട് ഓടെയായിരുന്നു. നമ്മൾ 10 കഴിഞ്ഞത് 11 മണിക്കൊക്കെ 11 കറക്റ്റ് 1:05 നമ്മൾ തിരിച്ചിറങ്ങാൻ പോകും. 5 മിനിറ്റിലവിടെ എത്തും. 5 മിനിറ്റ് നമ്മൾ വണ്ടി ഓടിക്കാൻ പോകും. ഇതായിരുന്നു തിരിച്ചുപോയ വഴി. നമ്മൾ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ് ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നത്. നമ്മളങ്ങനെ ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന അവിടെ നിന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. നമ്മൾ വന്ന ടൈം എന്തായാലും പക്കയായിരുന്നു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തിരക്കിപ്പെട്ട് അവിടെ നിൽക്കുക, ഒരുപാട് സമയം പോകും. അത് കഴിഞ്ഞ് വരുന്ന വഴി നല്ല മഴ പെയ്തു. നമ്മൾ കരുതി പണി കിട്ടി, നമുക്ക് നമ്മുടെ ഐറ്റിനറി കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, കാരണം മഴയത്ത് നമ്മൾ റെയിൻ കോട്ട് എടുത്തിട്ടില്ല. പിന്നെ കാണിച്ചൊരു മണ്ടത്തരം, കയ്യിൽ കാശെടുത്തില്ല. അത് 2 തരത്തിൽ നമുക്ക് മണ്ടത്തരമായിട്ട് കരുതാം. കൈ കാശില്ലാത്തതുകൊണ്ട് ഒരു തരത്തിൽ മണ്ടത്തരം, രണ്ടാമത്തെ തരത്തിൽ ബുദ്ധി ആയിട്ടും കരുതാം. കാരണം കൈ കാശില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം സ്പെൻഡ് ചെയ്തില്ല. പിന്നെ ടെൻഷനായിരുന്നു, കാരണം ഗൂഗിൾ പേ വർക്കാവില്ല, നെറ്റ്വർക്ക് ഇല്ലല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷെ ഇവിടെ ഇരുന്ന് നൂഡിൽസ് തിന്നാൻ വേണ്ടി അടിപൊളിയായിരുന്നു. എന്തായിരുന്നു ആ വ്യൂ, ഒരു ചെറിയ ചാറ്റൽ മഴയും പിന്നെ അവിടെ നിന്ന് ഉള്ള വ്യൂവും നല്ല രസമായിരുന്നു. ബട്ട് ഉള്ളിൽ ടെൻഷനായിരുന്നു, ഗൂഗിൾ പേ വർക്കായാലും എന്ത് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ മഴ അങ്ങോട്ട് കഠിനമായി. പിന്നെ ഒടുക്കത്തെ മഴയായി. അവസാനം ഇവൻ പോയി റെയിൻ കോട്ട് വാങ്ങിക്കൊണ്ട് വരേണ്ടി വന്നു. കാരണം നമുക്കല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്തൊന്നും പോയി എത്താൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ആ കടയിലെ ചേട്ടൻ ആളൊരു തമിഴനായിരുന്നു. ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫോറസ്റ്റ് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ റെയിൻ കോട്ട് വാങ്ങിച്ച് 2 കൽപ്പിച്ചിറങ്ങി മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, ഇവിടെ 2 സ്ഥലത്ത് നമ്മൾ കവർ ചെയ്തു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഫോണിന് ഒട്ടും ചാർജ് ഉണ്ടായില്ല. പിന്നെ പവർ ബാങ്ക് കുത്തിയിട്ട് മഴയത്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ എക്കോ പോയിന്റ് എത്തുന്നതിന് മുന്നേ മഴ കുറഞ്ഞു. നമ്മളിപ്പോൾ എക്കോ പോയിന്റ് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ വഴിയിൽ നിർത്തിയിട്ട് നമ്മൾ റെയിൻകോട്ട് മാറി റെയിൻകോട്ട് വെച്ചു. ബട്ട് ഫോണിന് അപ്പോഴും ചാർജ് ഉണ്ടായില്ല. പോകുന്ന വഴി ചെറിയ ചെറിയ ഷോട്ട്സ് മാത്രമേ എടുത്തുള്ളൂ. ഇനി നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ടോപ്പ് സ്റ്റേഷനിലേക്ക് പോണ വഴി നല്ല വ്യൂ ആണെങ്കിലും നമ്മൾ നല്ല ടെൻഷനിലായിരുന്നു പോയിരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ആ കടയിലെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് 5:30 ആകുമ്പോഴേക്കും നമ്മുടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും, ഫോറസ്റ്റിൻ്റെ അവിടുത്തെ. അപ്പം നമുക്ക് ഫുള്ള് കണ്ട് തിരിച്ചിറങ്ങാൻ പറ്റില്ല, നിങ്ങൾ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം കാണാൻ പോയാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നമ്മളാണ് 2 കൽപ്പിച്ചിറങ്ങിയത്. നമ്മൾ അതിൻ്റെ ടെൻഷനിലായിരുന്നു. ബട്ട് നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. നമ്മുടെ KLൻ്റെ തന്നെ വണ്ടികൾ എന്തോരമായിരുന്നു.
ഫുൾ മലയാളീസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ടെൻഷൻ ഉണ്ടായില്ല. പോകണ വഴിയിൽ വണ്ടികൾ വളരെ കുറവായിരുന്നു. ഞങ്ങൾ പോണ സൈഡിലേക്ക്. അപ്പം നമുക്ക് ടെൻഷൻ ഉണ്ടായി, ദൈവമേ അവരൊക്കെ തിരിച്ചു വരണതാണോ, ഗേറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടോപ്പ് സ്റ്റേഷനിൽ അവിടെ ഉണ്ടല്ലോ സ്റ്റേ. അപ്പോൾ അവിടെ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ തമിഴ്നാട് ബോർഡർ കിടന്നു, പിന്നെ ഫോറസ്റ്റിന്റെ ഗേറ്റും കിടന്നു. അപ്പോൾ ഈ 2 സ്ഥലം കിടന്നു കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ടല്ലോ അങ്ങോട്ട് വട്ടവട, പിന്നെ ആ സൈഡ് പോകുന്ന വട്ടവട അങ്ങോട്ടാണ്. ആ സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നവർ ഇവിടെ വന്ന് കാണുന്നതാണോ, ഇവരൊക്കെ അവിടെ സ്റ്റേ ചെയ്യുന്നവരാണോ എന്നും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. നമ്മളൊരു 4 മണി 4:30 ടോപ്പ് സ്റ്റേഷനിൽ എത്തി. അവിടുത്തെ കടകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് കറക്റ്റായിട്ട് 5:30 മുന്നേ നമ്മൾ അവിടെ തമിഴ്നാട് ബോർഡറും പിന്നെ ഫോറസ്റ്റ് ഗേറ്റും കിടക്കാനുള്ള പ്ലാനായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ കടകളുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഊട്ടി വൈബ് തോന്നി. പിന്നെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അക്കൗണ്ടിലാണ് പൈസ ഒന്നും. ആൾക്കാരെ ഹോട്ട്സ്പോട്ട് വാങ്ങിച്ച് അവരുടെ ഹോട്ട്സ്പോട്ട് വാങ്ങിച്ച് ശല്യപ്പെടുത്തണ്ടല്ലോ എന്നുള്ളത് കൊണ്ടും ഒന്നും വാങ്ങിയില്ല. കാരണം എല്ലാത്തിനും തീ പിടിച്ച വിലയും കൂടെയായിരുന്നു. ഞാൻ ആ ചെവിട്ടിൽ വെച്ച് ഞെക്കണ സാധനം വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് 200 രൂപ ആയതുകൊണ്ടും 200 രൂപ കൊടുത്ത് അത് വാങ്ങി ചെവിട്ടി വെച്ച് ഞെക്കേണ്ട ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ടും ഞാൻ വാങ്ങിയില്ല. പോകുന്ന എല്ലാ കടകളും ഞാൻ നോക്കി. എല്ലാവരും കയറി എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ആൾക്കാരായിരുന്നു. നമുക്ക് വണ്ടിയൊക്കെ നമ്മൾ സ്കൂട്ടറിന് വന്നുകൊണ്ടിരുന്ന സ്കൂട്ടർ ആ കടയുടെ, അതായത് നമുക്ക് കുറച്ച് നടക്കാവുന്ന പോലെയാണ് വെച്ചിരുന്നത്. അത്ര അടുത്തായിരുന്നു വെച്ചിരുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു കുരങ്ങൻ കോണും കൊണ്ട് ഓടുന്നത് കണ്ടു. ആ പാവം വിശന്നിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് നടന്നു. നമ്മൾ ഇതാ ടോപ്പ് സ്റ്റേഷൻ്റെ മുകളിലെത്തി ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ടിക്കറ്റ് ഉണ്ട്, 20 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അത് നമുക്കറിയായിരുന്നു. പക്ഷെ ആ ടൈമിൽ മറന്നുപോയി. നമ്മൾ നടക്കുന്ന വഴി ആ ഫോറസ്റ്റിൻ്റെ ഓഫീസർ നമ്മളോട് നിർത്തിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഫോണിൽ വിളിച്ച് ടിക്കറ്റ് എടുക്കാൻ ഗൂഗിൾ പേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഗൂഗിൾ പേ ഇല്ല, കയ്യിൽ കാശ് തരണം. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ കാണുന്നില്ല, തിരിച്ചു പോവാന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് കണ്ണടച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും ടിക്കറ്റിൽ കയറ്റി വിട്ട്. പാവം പുള്ളി ഒരു നല്ല മനുഷ്യനായിരുന്നു. പുള്ളി കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഈ വ്യൂ കാണാൻ പറ്റിയില്ലെങ്കിൽ അത് നഷ്ടമായി പോയിന്ന് തോന്നി മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. കാരണം നമ്മൾ ഇവിടം വരെ നടന്നു വന്നിട്ട് ആ വ്യൂ കാണാൻ പറ്റില്ല. പിന്നെ താഴേക്കും പോകുന്ന വഴികളുണ്ടായിരുന്നു, കുറേ പേര് താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടൈം കയ്യിൽ പിടിച്ച് വന്നുകൊണ്ടാണ് പിന്നെ റിസ്ക് എടുക്കാഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വെച്ചൊരു സായിപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ ടൈം കളയാണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ നല്ല ബ്ലോക്കായിരുന്നു. ഈ ഓറഞ്ച് ബസ്സിലുള്ള പിള്ളേരിനോട് പേരൊക്കെ ചോദിച്ചു, ചേച്ചിയുടെ പേരെന്താന്ന്. എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ കറുപ്പ് വണ്ടിയിൽ നിന്ന് നല്ല അടിപൊളി പാട്ടുകൾ ഫ്രണ്ടിൽ ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ വൈബൊക്കെ അടിച്ച് പോന്ന്. അത് കഴിഞ്ഞ് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ഈ ട്രിപ്പ് ഒരു മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പിടിയാനയെങ്കിലും ഞങ്ങൾ കണ്ടു. ഞങ്ങൾ പോരുന്ന വഴി മുതൽ ആനയെ തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ട്രിപ്പിൻ്റെ എന്തായിട്ടില്ല, ഡെസ്റ്റിനേഷൻ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ 4 ഡെസ്റ്റിനേഷൻ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആനയെ കണ്ടു. അങ്ങനെ നമ്മൾ ആനയെ കണ്ട് തിരിച്ചു വരുന്ന വഴി പെട്രോൾ കുറവായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ അടിച്ചില്ല. നമുക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ പെട്ടുപോയി എന്ത് ചെയ്യും. പക്ഷെ തിരിച്ചു വന്നാൽ വണ്ടികളും ഉണ്ടായിരുന്നു, കുറെ മലയാളീസിന്റെ വണ്ടികളും ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയുണ്ട് തണുപ്പിനെ കുറിച്ച് 2 വാക്കുന്നു? തണുപ്പല്ല, ഞാൻ നോക്കി ഇത്ര ഇതായിട്ട് തണുപ്പില്ലെന്ന് പറയണില്ല. പിന്നെ എക്സ്പീരിയൻസ് പിന്നെ ഞങ്ങളിവിടെ ചായ കുടിക്കാന്നും പറഞ്ഞുകൊണ്ട് വന്ന. ചായ കുടിച്ചില്ല, വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ഒരു വൃത്തിയില്ല, അടിപൊളി ബാത്റൂം. ഒരു തവണ കയറിയൊരു പിന്നെ ബാത്റൂമിൽ കയറിയേ ഇല്ല. സൂപ്പറാണ്. തമ്പില് ബാത്റൂം വേറെ ഉണ്ട് ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ചായ കുടിച്ചില്ല. ഞങ്ങളിപ്പോ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നേരെ ഫുഡ് കഴിച്ചിട്ടാ ഫുഡ് വാങ്ങിട്ടാ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട്. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് റൂം കാണിച്ചു. ബൈ. അങ്ങനെ നമ്മൾ വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അലിബാബ ആൻഡ് 41 ഡിഷസ് എന്ന് പറഞ്ഞ കടയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. 6 പൊറോട്ടയും 1 ചില്ലി ചിക്കനും പറഞ്ഞു.
അത് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ നേരത്തായിരുന്നു നമ്മൾ വിചാരിച്ചു നമ്മൾ ബോർഡറെല്ലാം കടന്ന് മൂന്നാറെത്തി. നമ്മൾ വിചാരിച്ചു എന്തായാലും ഇത്രയൊക്കെയായി, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി. നമ്മൾ മൂന്നാർ സ്റ്റേ എടുത്തത് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്കത് കൺഫേം ആയില്ലായിരുന്നു. കാരണം 6 മണിക്കായിരുന്നു ചെക്ക് ഇൻ ടൈം. അപ്പം നമ്മൾ ബുക്ക് ചെയ്തത് 6:30 കഴിഞ്ഞിട്ടായിരുന്നു. ആദ്യം നമ്മൾ ബുക്ക്ഡ് എന്ന് കാണിച്ചെങ്കിലും അത് കഴിഞ്ഞ് നമുക്കത് കൺഫേം ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ വന്നു. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് കരുതി അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ പോരുന്ന വഴി ഒടുക്കത്തിരിട്ട്, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. പേടിയായിപ്പോയി. കൂടെ മഴയും, അത് മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ ഡിം ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായില്ല, ബ്രൈറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നല്ല സീനായിരുന്നു. എന്നിട്ട് നമ്മൾ താഴെ ആനച്ചാൽ വരെ ഇറങ്ങി. അതായത് മൂന്നാറിൽ നിന്ന് 10 കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി വണ്ടി ഓടിച്ച് മുന്നോട്ട് രാത്രി പോകുന്ന റിസ്ക് ആണെന്ന്. അപ്പം ഞങ്ങൾ ഇവിടെ പോരുന്ന വഴിയിൽ കുറേ റിസോർട്ട് ഉണ്ടായി. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് റിസോർട്ട് കണ്ടപ്പോൾ അവിടെ റൂം എടുത്തു. ഇവിടെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്ലീനാണ്, ബാത്റൂമൊക്കെ ക്ലീനാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്, അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായില്ല, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്പോട്ട് തപ്പി ഇറങ്ങി. പോകുന്ന വഴിക്ക് നമ്മളൊരു സിപ്പ് ലൈൻ കണ്ടു. അപ്പം ഞാൻ സിപ്പ് ലൈനിൽ വയനാട് വെച്ച് കയറിയിട്ടുണ്ട്, ഇവൻ കയറിയിട്ടില്ല. അപ്പം ഇവന് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിർത്തി. അങ്ങനെ നമ്മൾ സിപ്പ് ലൈനിൽ കയറാൻ പോവാണ്. ഇത് നമ്മുടെ പ്ലാനിലില്ല, വളരെ ഉണ്ട്. Sol y arena, oh so bright, baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real. അങ്ങനെ അവിടെ നിന്ന് സിപ്പ് ലൈൻ കണ്ട് നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞ് തിരിച്ച് വണ്ടി ഓടിക്കുകയാണ്. തിരിച്ച് ഞാനാണ് ഡ്രൈവ് ചെയ്തത്. നമ്മളിപ്പോൾ 1 വേ ഫുള്ള് അവനായിരുന്നു ഇന്നലെ ഫുള്ള് ഡ്രൈവ് ചെയ്തത്. അതുകൊണ്ട് തിരിച്ച് ഫുള്ള് ഞാനാണ് ഡ്രൈവ് ചെയ്തത്. ഫുൾ ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, പക്ഷെ ഞാൻ പറ്റിച്ചു. വീട് വരെ ഞാനാണ് ഡ്രൈവ് ചെയ്തത്. തുടക്കം കുറച്ച് നേരം ബ്രേക്ക്ഫാസ്റ്റ് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ വണ്ടി എടുത്തത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തു. നമുക്ക് അപ്പോൾ കഴിക്കാൻ ഒരു മൂടുണ്ടായില്ല. പിന്നെ സിപ്പ് ലൈനൊക്കെ കയറിയപ്പോൾ ഒരു മൂടുണ്ടായില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും മാഞ്ഞാലിലെത്തിയിട്ട് ബിരിയാണി കഴിക്കാം എന്ന് കരുതി നമ്മൾ അതുവരെ പിടിച്ചു നിൽക്കും എന്ന് ഉറപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോയി. ഇടയിൽ പകുതി വെച്ച് വിശന്ന് കണ്ണു കാണാണ്ടായി. ഒരാൾക്ക് വിശന്ന് കണ്ണു കാണാണ്ടായപ്പോൾ മറ്റേയാൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നു. അതേസമയം നേരെ തിരിച്ചും മറ്റേയാൾ വിശന്ന് കണ്ണു കാണാണ്ടായപ്പോൾ മറ്റേയാൾ പറഞ്ഞു എന്തായാലും ഇത്ര വരെ പോയതല്ലേ, ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉള്ളൂ എന്ന്. അങ്ങനെ നമ്മൾ പിടിച്ചു നിന്ന് പോയി. ഇങ്ങോട്ട് വന്നപ്പോൾ രാവിലെ വെളുപ്പനായതുകൊണ്ട് ചൂടും വെയിലും ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു. കാരണം വെയിലായപ്പോഴേക്കും നമ്മൾ മൂന്നാറെത്തി. പക്ഷെ തിരിച്ചു പോയപ്പോൾ നല്ലപോലെ അറിഞ്ഞു ചൂടും വെയിലൊക്കെ. പെരുമ്പാവൂർ ആ സൈഡൊക്കെ എത്തിയപ്പോഴേക്കും കരിഞ്ഞ് ടാൻ അടിച്ച്. ഇപ്പോൾ ഒരാഴ്ചയായി ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ 3 തവണയൊക്കെ വോയിസ് ഓവർ കൊടുത്ത് വീണ്ടും ഡിലീറ്റ് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇപ്പം വരെ എൻ്റെ കയ്യിൽ ആ ടാനുണ്ട്. അത്രയും നന്നായിട്ട് നല്ലപോലെ ടാൻ അടിച്ചു. സൺസ്ക്രീൻ മസ്റ്റായിരുന്നു. ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ കൈ ഫുൾ ഇട്ടില്ല. സൺസ്ക്രീൻ ഇട്ട ഭാഗം മാത്രം വെളുത്തും ബാക്കി ഭാഗം കറുത്തും ഇരിക്കുന്നുണ്ട്. തിരിച്ചു വന്നപ്പോൾ നല്ലപോലെ പൊല്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും ഉണ്ടായിരുന്നു. നമ്മളൊരു വൈറ്റ് ടിഷ്യൂ എടുത്ത് മുഖത്ത് വെച്ച് ഉരച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം നല്ല കറുത്ത കളറായിട്ടിരിക്കും. അത്രയും പൊല്യൂഷനായിരുന്നു. ഒരു മാസ്ക് മസ്റ്റാണ് ഇങ്ങനെയൊക്കെ 2 വീലറിന് ട്രിപ്പ് പോകുമ്പോൾ. ഇതൊക്കെയാണ് 2 വീലറിന് പോകുമ്പോൾ എനിക്ക് തോന്നിയ ഡിസഡ്വാൻറ്റേജ്. ബട്ട് ബാക്കിയെല്ലാം ബ്ലോക്കിൻ്റെ കാര്യത്തിലൊക്കെ അഡ്വാൻറ്റേജ് മാത്രമായിരുന്നു. പിന്നെ ബാക്ക് പോകും. അങ്ങനെ ഞങ്ങൾ മാഞ്ഞാലി വരെ പിടിച്ചു നിന്ന് മാഞ്ഞാലിലെത്തി ബിരിയാണി കഴിച്ചു. ബിരിയാണി കഴിച്ചപ്പോഴാണ് ജീവൻ വന്നത്. പക്ഷെ ഞങ്ങൾ കരിഞ്ഞു പോയി ഗൈസ്. അങ്ങനെ നമ്മുടെ സ്ഥലമെത്തി, നമ്മുടെ നാടെത്തി. നമ്മുടെ ട്രിപ്പ് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ട്രിപ്പ് അവസാനിച്ച് നാടെത്തി. വീട്ടിലേക്ക് പോകാൻ വഴി ഒരു പാടത്തിൻ്റെ സൈഡിൽ നിർത്തിയൊക്കെയാണ്. വീഡിയോൻ്റെ ബാക്കി പറഞ്ഞ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി. ഇനി വീഡിയോ ഫ്രാൻസിൽ ചെന്നിട്ടുണ്ടാവുള്ളായിരിക്കും. ട്രിപ്പ് കൊള്ളായിരുന്നു, നൈസായിരുന്നു അല്ലേ? മൊത്തം എത്ര രൂപ ബഡ്ജറ്റ് ആയിട്ടുണ്ടാവും? കുറക്കായിരുന്നു, പക്ഷെ നമ്മ കുറച്ച് ലാവിഷായോണ്ട് നമ്മ എങ്ങനെ ലാവിഷായി? നമ്മ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പോയത്. നമ്മ ആകെ ലാവിഷായിട്ട് ലാസ്റ്റ് സിപ്പ് ലൈനിൽ കയറി. അത് ഇത്തിരി ലാവിഷായിരുന്നു. കാരണം
ഞാൻ വയനാട് ഓൾറെഡി ടൂർ പോയപ്പോ സിപ്ലൈനിൽ കയറിയിട്ടുണ്ട്. പിന്നെ കപ്പിളായിട്ട് കയറാലോ എന്ന് പറഞ്ഞോണ്ടും വീഡിയോ എടുക്കാന്ന് പറഞ്ഞോണ്ടും മാത്രമാണ് ഞാൻ കയറിയത്, ഇല്ലെങ്കിൽ കയറില്ലായിരുന്നു. അത് ഒരു 1200 600 വെച്ച് 2 പേർക്കായി. പിന്നെ 400 രൂപ വീഡിയോക്കായി അല്ലേ. ഇതായിരുന്നു ആകെയുള്ള അധിക ചിലവ്. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തു, മാഗി കഴിച്ചു. അതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഒരു മീൽസിന്റെ പൈസ നമ്മൾ സേവ് ചെയ്തു. ഇങ്ങോട്ട് വന്നപ്പോൾ രാവിലെ ഒരു മീൽസിന്റെ പൈസ സേവ് ചെയ്തു അല്ലേ. സമയമില്ലാത്തോണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങള് അങ്ങോട്ട് പോയപ്പോൾ വൺ സൈഡ് ഫുള്ള് കറങ്ങാനും പിന്നെ എന്താണ് റൂട്ട് മാപ്പ് നോക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചേഞ്ച് ചെയ്തല്ലോ ഓടിച്ചത്. ഇവനാണ് ഓടിച്ചത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനാണ് ഓടിച്ചത്. അങ്ങനെ പോയതുകൊണ്ട് ഒരാൾക്ക് നല്ല സ്ട്രെയിൻ കിട്ടുമെങ്കിലും ഒരാൾ റിലാക്സ്ഡ് ആയിരിക്കും ട്രിപ്പ് എൻജോയ് ചെയ്യാനായിട്ട്. മാറി മാറി ഓടിച്ചു കഴിഞ്ഞാൽ 2 പേർക്കും മുഷിഞ്ഞാനല്ലേ. എന്താണ് എൻ്റെ അഭിപ്രായം? പിന്നെ ഞങ്ങൾ എൻ്റെ ഇതുകൊണ്ട് പാട്ടൊക്കെ പാടി ഉള്ളവരെ കമന്റ്, അതെ നാട്ടുകാരൊക്കെ ഇത്ര വിളിച്ച് ഉള്ള കമന്റ് ഒക്കെ അടിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ കാറിന് പോണേക്കാള് അമ്മേ കാറ് പൊന്നി ബ്ലോക്ക് ആയിരുന്നു അല്ലേ. അങ്ങോട്ടും ബ്ലോക്ക് ആയിരുന്നു, തിരിച്ചു വന്ന ബ്ലോക്ക് ഉണ്ടായില്ലേ. മൂന്നാർ നമുക്ക് ബൈക്ക് കഴിഞ്ഞതുകൊണ്ടല്ലേ കയറി പോന്നത്. കാറ് മൊത്തം അവിടെ കിടക്കായിരുന്നു. കാറ് മൊത്തം നല്ല ബ്ലോക്കായി കിടക്കായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ബൈക്കിന് പോകുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയെങ്കിലും ചന്തി നല്ല സുഖം ഉണ്ടായിരുന്നു അല്ലേ. ആ അവസ്ഥയായിരുന്നു എന്നൊക്കെ. പിന്നെ അല്ലാണ്ട് ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാ, ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങക്ക് ഫ്ലോപ്പ് കിട്ടിയില്ല. ഞങ്ങൾ മഴ പെയ്തപ്പോ വിചാരിച്ചു ഫ്ലോപ്പായിന്ന്. പണി പാളി, സ്റ്റോപ്പ് സ്റ്റേഷനിൽ ഒന്നും എത്താൻ പറ്റില്ല എന്ന് തന്നെ കരുതി. പക്ഷെ മഴ ഞങ്ങള് എവിടെ സ്ഥലങ്ങളിൽ ഇറങ്ങാൻ നേരത്ത് മഴയില്ല, വണ്ടിക്ക് പോകാൻ നേരത്ത് മാത്രമായിരുന്നു മഴ. അപ്പൊ ഞങ്ങൾ റെയിൻകോട്ട് വാങ്ങി, അതുകൊണ്ട് അതും സെറ്റായി. മൊത്തത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ ലൊക്കേഷനും കവർ ചെയ്യാൻ പറ്റി അല്ലേ. ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ തന്നെ നിൽക്കുകയും ചെയ്തു. ചാറ്റ് ഇട്ട ടൈമിങ് കറക്റ്റ് ആയിരുന്നു. ആ ടൈമിങ്ങിലായിരുന്നു ആ ലൊക്കേഷനിൽ എത്തേണ്ടിരുന്നത്. തിരക്ക് കുറവും പെട്ടെന്ന് കാണാൻ പറ്റുന്ന കറക്റ്റ് ടൈമിൽ. കാരണം അതിൽ നിന്ന് 1 അരമണിക്കൂർ വൈകിയിരുന്നെങ്കിൽ ലേറ്റ് ആയേനെ. കേട്ടാന്നാവോ ഒരു ബുള്ളറ്റ് പോയതാ, ലേറ്റ് ആയേനെ. അങ്ങനെ ട്രിപ്പ് അടിപൊളിയായിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഡേ ഇന്ന് ഞങ്ങൾ എവിടേക്കെങ്കിലും പോകാൻ വിചാരിച്ചു. പിന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ ബഡ്ജറ്റ് കിട്ടി. ഞങ്ങൾ ഇങ്ങനെ ഇത്ര ബഡ്ജറ്റ് ട്രിപ്പിന് വേണ്ടി വെച്ചാൽ അതിനേക്കാൾ കുറവായിരുന്നു വന്നത്. ഞാൻ ഉദ്ദേശിച്ച ബഡ്ജറ്റിനേക്കാൾ 1000 രൂപ കുറവായിരുന്നു. പക്ഷെ ആ 1000 രൂപ 1600 സിപ്ലൈനിൽ പോയി. അതെന്റെ ബഡ്ജറ്റിൽ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. റെയിൻകോട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ തന്നെ വാങ്ങണം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. റെയിൻകോട്ട് ബഡ്ജറ്റ് ഇല്ലാത്തല്ല. ചോക്ലേറ്റ് അതിന്റെ ഇടയിൽ 400 രൂപയുടെ ചോക്ലേറ്റ്. എന്ത് ചോക്ലേറ്റ് ആണ്? ചോക്ലേറ്റ് ഫാക്ടറി. അതിന് 400 ചോക്ലേറ്റ് ഫാക്ടറി വാങ്ങിച്ചു. ശരിക്കും പറഞ്ഞാൽ 400 എന്ന് പറഞ്ഞപ്പോ അത് വാങ്ങാണ്ട് പോവാന്ന് വിചാരിച്ചേ. പക്ഷെ ആ ചേട്ടന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാൻ തന്നപ്പോ ആ ടേസ്റ്റ് ചെയ്യാൻ തന്നതിൽ ഞങ്ങൾ 2 പേരും വീണ് പോയി. അതുകൊണ്ട് ഞങ്ങളത് കാക്കിന് വാങ്ങിച്ചു. ചോക്ലേറ്റ് ഫാക്ടറി. ആനച്ചാല് അവിടെ ആന കണ്ടു. അതുപോലെ അതൊക്കെ വീഡിയോയിൽ ഉണ്ടല്ലോ, വീഡിയോയിൽ ഉൾപ്പെടുത്തും. മാത്തുപ്പെട്ടി ഡാമിന്റെ അവിടെ, ഡാം റിസർവോയറിന്റെ അവിടെയല്ലേ കണ്ടത്? അവിടെ തന്നെ കണ്ടത്. അതൊക്കെ എന്തായാലും വീഡിയോയിലുണ്ടാവും. അപ്പൊ ഈ വീഡിയോ ഇത്ര ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ഫ്രാൻസിൽ വെച്ച്. അതെ, ഇനി ഈ വീഡിയോയിൽ ഇവരുണ്ടാവില്ല. ഇനി ട്രിപ്പൊന്നും പോകാൻ സാധ്യതയില്ല. ഇനിയിപ്പോ 2 ആഴ്ച കൂടി ഉള്ളു ഞാനിവിടെ. ഞാൻ മുടി കുറിച്ചു. അൺഎക്സ്പെക്റ്റഡ് ആയി നാട്ടിൽ വന്നു. ഒന്നും പറയാൻ പറ്റിയില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടല്ല, എക്സ്പെക്റ്റഡ് ആയിട്ട് ജൂണില് തിരിച്ചു പോവായിരിക്കും. പിന്നെ ഏറ്റവും ബാഡ് പൊല്യൂഷൻ. ഒരു വെള്ള ടിഷ്യൂ എടുത്ത് ഉരച്ച് ഞാൻ കരി പോലെ പൊല്യൂഷൻ. ഒരു മാസ്ക് വെക്കായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു. അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ബൈ ബൈ പറയടാ.